Where are forests hot as fire? Wide as England, tall as a spire, full of apes and coconuts, and the negro hunters' huts, where the naughty crocodile lies and blinks in the night, and the red flamingo flies, hunting fish before his eyes. ഇനി അദ്ദേഹം പോകാനായി ആഗ്രഹിക്കുന്നത് ആമസോൺ കാടുകളിലേക്കാണ്. വേറസ് ഫോറസ്റ്റ് ഹോട്ടസ് ഫയർ, തീ പോലെ പൊള്ളുന്ന അഥവാ തീ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആ കാട്ടിലേക്ക്. വൈഡ് എസ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് പോലെ വിശാലമായ ആ കാട്ടിലേക്ക്. തീ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആ കാട്ടിലേക്ക്, ഇംഗ്ലണ്ട് പോലെ വിശാലമായ ആ കാട്ടിലേക്ക്. അദ്ദേഹം ഇവിടെ ഇംഗ്ലണ്ടിനെ കമ്പയർ ചെയ്യുന്നത്, അദ്ദേഹം ഒരു സ്കോട്ട്ലാൻഡുകാരനാണ്. ഇംഗ്ലണ്ടിൻ്റെ ഒരു നെയ്ബറിങ് ലാൻഡാണ് സ്കോട്ട്ലാൻഡ്. സോ അദ്ദേഹം ഇംഗ്ലണ്ടിനെ ഒരു വിശാലമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ ഇവിടെ എടുത്തേക്കാണ്. സോ ഇംഗ്ലണ്ട്, വൈഡ് എസ് ഇംഗ്ലണ്ട് ആൻഡ് ടോൾ എസ് എ സ്പയർ. സ്പയർ മീൻസ് ഇതുപോലെ ഈ ഒരു കാണുന്ന ഒരു കൺസ്ട്രക്ഷൻ കണ്ടോ? സ്പയർ മീൻസ് സ്തൂപം. ഓക്കെ, ഈ ചർച്ചിൻ്റെയൊക്കെ മുകളിലുള്ള ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ആ ഒരു മിനാരം ലൈക്ക് സ്തൂപം എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ടോൾ എസ് എ സ്പയർ, ഫുൾ ഓഫ് ഏപ്സ്. ഫുൾ ഓഫ് ഏപ്സ്. ആ കാട്ടിൽ എന്തുണ്ട്? ഏപ്സ്. ഏപ്സ് മീൻസ് മനുഷ്യക്കുരങ്ങളുണ്ട്. ഫുൾ ഓഫ് ഏപ്സ് ആൻഡ് കോക്കനട്ട്സ്. കോക്കനട്ട്സ് അറിയാലോ, കോക്കനട്ട്സ് ഉണ്ട്. ആൻഡ് ദ നീഗ്രോ ഹണ്ടേഴ്സ് ഹട്ട്. അവിടെ എന്തുണ്ട്? നീഗ്രോ ഹണ്ടേഴ്സിൻ്റെ ഹട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്. ആമസോൺ കാടുകളെക്കുറിച്ചാണ് പറയുന്നത്. സോ ആ നീഗ്രോസിൻ്റെ ഹട്ട്സ് നിറഞ്ഞ ആ കാട്ടിലേക്ക്, ആ നീഗ്രോ ഹണ്ടേഴ്സിൻ്റെ ഹട്ട്സ് നിറഞ്ഞ ആ കാട്ടിലേക്ക് അദ്ദേഹം പോകാൻ ആഗ്രഹിക്കും. സോ വേർ ആർ ഫോറസ്റ്റ് ഹോട്ട് ആസ് എ ഫയർ. ഹോട്ട് ആസ് ഫയർ, തീ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആ വൈഡ് ആസ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് പോലെ വിശാലമായിട്ടുള്ള ടോൾ ആസ് എ സ്പയർ, ഒരു സ്പയർ പോലെ അത്രയും ഉയരമുള്ള ആ കാട്ടിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. അതായത് ആമസോൺ കാടുകൾ, ഫുൾ ഓഫ് ഏപ്സ്. ആ കാട്ടിൽ എന്തുണ്ട്? നിറയെ എന്താണ്? മനുഷ്യക്കുരങ്ങളുണ്ട്, ഏപ്സ് ഉണ്ട്. ഓക്കെ, ഏപ്സ് ഉണ്ട്, കുരങ്ങുകളുണ്ട്. അതുപോലെ കോക്കനട്ട്സ് നിറഞ്ഞതാണ് ആ കാടെന്ന് പറയുന്നത്. ഒപ്പം എന്തുണ്ട്? നീഗ്രോ ഹണ്ടേഴ്സിൻ്റെ ഹട്ടുകളുണ്ട്. ഹട്ട് മീൻസ് കുടിലുകൾ. നീഗ്രോ ഹണ്ടേഴ്സിൻ്റെ കുടിലുകളും നിറഞ്ഞ ആ കാട്ടിലേക്കാണ് ഞാൻ ഇനി പോകാനായി ആഗ്രഹിക്കുന്നത്. അവിടെ ആരുണ്ട്? where the naughty crocodile lies and blinks in the night. Where the naughty crocodile lies and blinks in the night. ഇവിടെ നോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കി എന്നുള്ള മീനിങ്ങിൽ നമുക്ക് എടുക്കാം. ആ ട്രിക്കി ആയിട്ടുള്ള, ആ നോട്ടി ആയിട്ടുള്ള, വളരെ ട്രിക്കി ആയിട്ടുള്ള ക്രൊക്കഡൈൽ എന്ത് ചെയ്യുന്നു? നൈൽ നദിയിൽ എന്ത് ചെയ്യാണ്? കിടക്കുകയാണ്. ലൈസ്, കിടക്കുകയാണ്. ആൻഡ് ബ്ലിങ്സ് മീൻസ് എന്താണ്? കണ്ണടച്ചും തുറന്നും ഇങ്ങനെ കിടക്കുകയാണ്. ആര്? വളരെ തക്കം പാർത്ത് ആ മുതലകൾ ഇങ്ങനെ കിടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവയ്ക്ക് മുന്നിൽ ആര്? ദ റെഡ് ഫ്ലമിംഗോ. ദ റെഡ് ഫ്ലമിംഗോ ഫ്ലൈസ് ഹണ്ടിങ് ഫിഷ് ബിഫോർ ഹിസ് ഐസ്. അവൻ്റെ കൺമുന്നിൽ എന്ത് ചെയ്യുന്നു? ആ റെഡ് ഫ്ലമിംഗോസ് ഓടി നടന്ന് മീൻ പിടിക്കുകയാണ്. ഓക്കെ, സോ വേർ ആർ ഫോറസ്റ്റ് ഹോട്ട് ആസ് ഫയർ. തീ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആ കാട്. എങ്ങനെയുള്ള കാട്? വൈഡ് ആസ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് പോലെ വിശാലമായ ആ കാട്. ടോൾ ആസ് എ സ്പയർസ്, ഒരു സ്തൂപം പോലെ അത്രയും ഉയരമുള്ള ആ കാട്. ആ കാട്ടിൽ നിറയെ ആരുണ്ട്? ഫുൾ ഓഫ് ഏപ്സ്, കുരങ്ങുകളുണ്ട്. ആൻഡ് കോക്കനട്ട്സ്, തെങ്ങുകൾ നിറഞ്ഞതാണ്. തേങ്ങ ധാരാളമായി സുലഭമായി ഉള്ള ആ കാട്ടിലേക്ക്. ആൻഡ് ദ നീഗ്രോ ഹണ്ടേഴ്സ് ഹട്ട്. അവിടെ നമുക്ക് എന്ത് കാണാം? നീഗ്രോ ഹണ്ടേഴ്സിൻ്റെ, നീഗ്രോ ആദിവാസികളുടെ അല്ലെങ്കിൽ ആ വേട്ടക്കാരുടെ കുടിലുകൾ നമുക്ക് കാണാനായി കഴിയും അവിടെ.
The naughty crocodile, where the naughty crocodile lies and blinks in the Nile. നൈൽ നദിയിൽ വളരെ തക്കം പാർത്ത് തന്ത്രശാലിയായിട്ടുള്ള ആ മുതലകൾ എന്ത് ചെയ്യാണ്? കണ്ണ് ചിമ്മി ചിമ്മി കിടക്കുകയാണ്. ആ കണ്ണുകൾ ചിമ്മി കിടക്കുന്ന ആ മുതലകളുടെ മുന്നിലൂടെ ഓടി നടന്ന് റെഡ് ഫ്ലമിംഗോസ് എന്ത് ചെയ്യുന്നു? മീൻ പിടിക്കുകയാണ്, തൻ്റെ ഇര തേടുകയാണ്.